ഹായ്, രാവിലെ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് വേണം വീട്ടിൽ പോകാൻ വേണ്ടി പായ്ക്കാനൊക്കെ കേട്ടോ. ഇപ്പോഴാണ് നല്ല മഴയും. ഇപ്രാവശ്യം നമ്മൾ പ്രൈവറ്റ് ബസ്സിനാണ് പോകുന്നത്. ഇന്നലെ ഞാൻ തത്കാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു. തത്കാൽ വെയിറ്റിംഗ് ലിസ്റ്റ് ആയി. അപ്പോൾ ട്രെയിൻ പുറപ്പെടുന്നതിന് ഒരു 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർ ആവുമല്ലോ. അപ്പോൾ കൺഫേം ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആവും കേട്ടോ. അല്ല, ഈ ഓട്ടോമാറ്റിക് ക്യാൻസലേഷൻ ആവുന്നതിന് വരെ എന്തിനാണ് ചാർജ് പിടിക്കുന്നത് എനിക്ക് മനസ്സിലായി. പോർട്ടൽ യൂസ് ചെയ്യുന്നതിന്റെ ചാർജ് അവർ പിടിച്ചിട്ട് റീഫണ്ട് തന്നാൽ മതി. വേറെ ഒരു 100 രൂപ എടുത്ത് എന്തിനാണ് പിടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ദിവസം തന്നെ എത്ര പേരുടെ ഇങ്ങനെ ചാർജ് ചെയ്യുന്നുണ്ടാവും? ഇതൊക്കെ ലൂട്ടിംഗ് അല്ലേ? ബസ്സിന്റെ കാര്യവും കോമഡി ആയിരുന്നു. രാവിലെ 6:30 എത്തേണ്ടതാ. റോഡ് പണി മഴയൊക്കെ ആയതുകൊണ്ട് 10:30 ആയപ്പോഴും കോഴിക്കോട് പോലെ എത്തിയിട്ടില്ലേ. ഞാൻ പിന്നെ ഡ്രൈവർ ഏട്ടൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോഴാണ് ബ്ലോക്കിന്റെ ഒരു അവസ്ഥ മനസ്സിലായത്. എന്താണെങ്കിലും ഒരു 1:15 ആയപ്പോഴത്തേക്കും വിലങ്ങാടെത്തി. ഇന്നലെ വൈകുന്നേരം 7:30 ബസ് കയറിയത് മടുത്തുപോയി. ഈ വിലങ്ങാടാണ് നമ്മുടെ വീടിൻ്റെയൊക്കെ തൊട്ടടുത്തുള്ള ഒരു ടൗണ്. ഈ ടൗണിന്റെ നടുക്കൂടി ഇങ്ങനെ ഒരു വിലങ്ങാട് പുഴ എന്ന് പറഞ്ഞൊരു പുഴയും പോകുന്നുണ്ട്. നല്ല രസം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇനി മഴ കൂടിയാലാണ് ചെറിയ പ്രശ്നം. പാലത്തിന് മുകളിൽ കൂടെയും പോകും. ഞാൻ 6:30 വരുമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ടൗണിൽ വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് എവിടെയോ പോയായിരുന്നു കേട്ടോ. വന്നപ്പോൾ 1:30 ആയി. എന്തായാലും വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി. ആകെ മടുത്തായിരുന്നു. പിന്നെ നല്ല വിശക്കുന്നുമുണ്ട്. നേരെ അടുക്കളയിലേക്ക് കയറി എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കി. മമ്മി എന്തൊക്കെയോ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചക്കയും ചിക്കൻ കറിയും കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി. അത് നന്നായിട്ട് കഴിച്ചിട്ട് കുറേ നേരം നൈസായിട്ട് കിടന്നുറങ്ങി കേട്ടോ. വൈകുന്നേരം നമ്മൾ വീണ്ടും വടകര വരെ ഒന്ന് പോവാണ്. അനിയത്തിയും കസിനും പിന്നെ അവരുടെ ഫ്രണ്ടും കൂടെ വരുന്നുണ്ട്. ഇവരൊക്കെ മംഗലാപുരത്താണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ അവധി കിട്ടിയപ്പോൾ പെട്ടെന്ന് വന്നതാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നാദാപുരത്തുള്ള ക്രീം സ്റ്റോറി എന്നുള്ള കടയിൽ കയറി ഒരു ബെറിയപ്പും ഐസ്ക്രീംസും ഒക്കെ കഴിച്ചു. ഈ മഴയത്തെ ഐസ്ക്രീം അടിപൊളിയല്ലേ. തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ വാങ്ങിയ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ. ഇഷ്ടപ്പെട്ടു, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.